ഒരു മാറ്റം ഉണ്ടാകില്ലെന്നും വാക്കിട്ടാണ് ഗവൺമെന്റ് തന്നെ കോടികൾ മുടക്കി ഇവിടെ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത്. അതിന്റെ പേരിൽ കോൺട്രാക്ടർമാരുടെ ഒത്താശയ്ക്ക് നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥർ, RDO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ കാണിച്ച ഈ പ്രവൃത്തിയോട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പ്രതിഷേധമറിയിക്കുകയാണ്. ചേപ്പാട് പള്ളി മാത്രമല്ല, ഈ നാല് നാനാജാതി മതസ്ഥർക്കുമുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. ഇനി ഒരു കാര്യം ഉറപ്പിക്കാനുള്ളത്, ഇനിയും എന്തെങ്കിലും ഇവിടെ ചെയ്യണമെങ്കിൽ വ്യവസ്ഥാപിതമായ ചർച്ചകളും കാര്യങ്ങളും കൂടി മാത്രമേ എന്തിനു ചെയ്യാൻ പാടുള്ളൂ. അല്ലായെങ്കിൽ ഇവിടെ മരിച്ചു വീഴുവാൻ പോലും വിശ്വാസികൾ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് മാലിക്കര ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, അതുപോലെ തിരുമനസിന് വേണ്ടി സംസാരിക്കുന്നത്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ എല്ലാവിധമായ പ്രതിഷേധവും ഈ സന്നാഹം ഒരുക്കിയ ഉദ്യോഗസ്ഥന്മാരോട് അറിയിക്കുന്നു, ഗവൺമെന്റിനോട് അറിയിക്കുന്നു. ഇനി നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകരുത്. രാത്രിയുടെ യാമങ്ങളിലൊന്നും എല്ലാവർക്കും ഒന്നും ഇരിക്കാനൊക്കെയില്ല. നിങ്ങൾ നീതിപരമായിട്ട് ഇവിടുത്തെ വികാരിയച്ഛനെയോ ട്രസ്റ്റിയോ സെക്രട്ടറിയോ മാനേജിംഗ് കമ്മിറ്റിയോ വിളിച്ചിട്ട് അവിടുത്തെ തിരുമനസ് വരാൻ തയ്യാറാണ്. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. നിങ്ങളീ കാണിച്ചത് അങ്ങേറ്റം ഞങ്ങളുടെ ഹൃദയത്തെ നോവിപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ ചങ്ക് പറിച്ചാണ് നിങ്ങൾ ചെയ്തത്. ഒരിക്കലും ഞങ്ങൾക്ക് പൊറുക്കാൻ വെക്കുന്നതല്ല, ഇവിടുത്തെ വിശ്വാസികൾ പൊറുക്കാൻ വെക്കുന്നതല്ല. ഞങ്ങളുടെ സഭയുടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാവലിക്കര ഭദ്രാസനത്തിന്റേതായ എല്ലാവിധമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഭദ്രാസനത്തിന് വേണ്ടി പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ കാര്യത്തിൽ നമ്മുടെ ഹരിപ്പാട് പ്രിയങ്കരനായ MLA എത്തിയിട്ടുണ്ട് രമേശ് ചെന്നിത്തല. അവരുകള് ആരുടെയോട് സംസാരിച്ചിട്ടുണ്ട്, പോലീസ് മേധാവിയോട് സംസാരിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ഇനിയും ഒരു കാര്യം ഇവിടെ ചെയ്യണമെങ്കിൽ പള്ളി അധികൃതരുമായിട്ട് സഭാ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ചെയ്യാവുന്ന അറിയിപ്പെടുത്തുണ്ട്. അതുപോലെ ചെയ്യുമെന്നുള്ള ഉറപ്പിന്മേലാണ് ഞങ്ങളിപ്പോൾ പിരിയുന്നത്. എങ്കിലും സഭയുടെ ഇടവയുടേതായ എല്ലാ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തും.